ഇപ്പോൾ ഇതാ SSB സഹസ്ര സീമ ബില്ലിലേക്ക് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ നോട്ടിഫിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് 20/4/2026 ആണ്. ഈ പോസ്റ്റിൻ്റെ പൂർണ്ണ വിവരങ്ങളിലേക്ക് കടക്കാം. ടോട്ടൽ 827 വേക്കൻസികളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പോസ്റ്റുകൾ കോൺസ്റ്റബിൾ വെറ്റിനറി, കോൺസ്റ്റബിൾ ഡ്രൈവർ, കോൺസ്റ്റബിൾ ഗാർഡനർ, കോൺസ്റ്റബിൾ വാട്ടർ കാരിയർ, കോൺസ്റ്റബിൾ കോബ്ലർ, കോൺസ്റ്റബിൾ ട്രെയിലർ, കോൺസ്റ്റബിൾ വാഷർമാൻ, കോൺസ്റ്റബിൾ ബാർബർ, കോൺസ്റ്റബിൾ വെയിറ്റർ, കോൺസ്റ്റബിൾ കാർപ്പൻ്റർ, കോൺസ്റ്റബിൾ നേഴ്സിംഗ് ഓർഡർലി എന്നിവയാണ്. ജനറൽ കാറ്റഗറിക്ക് 383 വേക്കൻസിയും, EWCന് 63 വേക്കൻസിയും, OBCക്ക് 191 വേക്കൻസിയും, SCക്ക് 128 വേക്കൻസിയും, STക്ക് 61 വേക്കൻസിയുമാണ് നിലവിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓൺലൈൻ മോഡിലാണ് അപ്ലൈ ചെയ്യാനായിട്ട് ഉള്ളത്. 21,700 രൂപ മുതൽ 69,100 രൂപ വരെയാണ് ഈ പോസ്റ്റിലേക്കുള്ള ബേസിക് പേ പറയുന്നത്. ഇതുകൂടാതെ നിരവധി അലവൻസുകൾ നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നതാണ്. കൂടാതെ ഇവിടെ ഫോളോ ചെയ്യുന്ന പെൻഷൻ സ്കീം യൂണിഫൈഡ് പെൻഷൻ സ്കീമാണ്, UPS സ്കീമാണ്. ഇതിൽ ഇനി ഓരോ പോസ്റ്റിന് വേണ്ടി വരുന്ന ഏജ് ലിമിറ്റും വേണ്ട ക്വാളിഫിക്കേഷനും നോക്കാം. കോൺസ്റ്റബിൾ വെറ്റിനറി 18 വയസ്സും 27 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അവിടെ സയൻസ് മെയിൻ സബ്ജക്റ്റ് ആയിരിക്കണം. പിന്നെ ഡിഫറൻറ്റ് സ്പീഷീസിനെ ഒരു റെക്കഗ്നൈസ്ഡ് വെറ്റിനറി ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്തതിൻ്റെ 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. കോൺസ്റ്റബിൾ ഡ്രൈവർ അത് മെയിൽ കാൻഡിഡേറ്റിന് മാത്രമായിരിക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ഏജ് 18 വയസ്സിനും 27 വയസ്സിനും ഇടയിൽ പ്രായമുണ്ടായിരിക്കണം. 10ാം ക്ലാസ് പാസ്സായിരിക്കണം. ഒരു വാലിഡ് ഹെവി ലൈസൻസ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. അടുത്തത് കോൺസ്റ്റബിൾ ഗാർഡനർ, വാട്ടർ കാരിയർ, കോബ്ലർ, ട്രെയിനർ, വാഷർമാൻ, ബാർബർ, വെയിറ്റർ. ഏജ് 18 വയസ്സിനും 23 വയസ്സിനും ഇടയിൽ പ്രായമായിരിക്കണം. ഇവിടെ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അത് 10ാം ക്ലാസ് ഒരു ഇക്വലൻ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. മാത്രമല്ല റെസ്പെക്റ്റീവ് ട്രേഡിൽ ഒരു 2 ഇയർ വർക്കിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഒരു റെക്കഗ്നൈസ്ഡ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ വൊക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ ഉള്ള 1 ഇയർ സർട്ടിഫിക്കറ്റ് കോഴ്സും കൂടാതെ 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഒരു റെക്കഗ്നൈസ്ഡ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള 2 ഇയർ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. ഇവിടെ പറയുന്നുണ്ട് മൾട്ടി സ്കിൽഡ് കാൻഡിഡേറ്റിന് പ്രിഫറൻസ് ഉണ്ട്. അടുത്ത കോൺസ്റ്റബിൾ കാർപ്പൻ്റർ ഏജ് ലിമിറ്റ് 18നും 28 വയസ്സിനും ഇടയിലാണ്. മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ ഇക്വലൻ്റ് ക്വാളിഫിക്കേഷൻ പറഞ്ഞു. നേരത്തെ പറഞ്ഞ സെയിം ക്വാളിഫിക്കേഷനാണ്. ഒരു റെക്കഗ്നൈസ്ഡ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ലൊക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള 1 ഇയർ സർട്ടിഫിക്കറ്റ് കോഴ്സ്, പിന്നെ 1 ഇയർ അറ്റ്ലീസ്റ്റ് 1 ഇയർ എക്സ്പീരിയൻസ്, 2 ഇയർ ഡിപ്ലോമ ഫ്രം എ റെക്കഗ്നൈസ്ഡ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ റെസ്പെക്റ്റീവ് ട്രേഡ് ഓർ സിമിലർ ട്രേഡ്. നേരത്തെ പറഞ്ഞ സെയിം. അടുത്ത കോൺസ്റ്റബിൾ നേഴ്സിംഗ് ഓർഡർലി ഏജ് ലിമിറ്റ് 18 വയസ്സിനും 27 വയസ്സിനും ഇടയിലാണ്. 10ാം ക്ലാസ് പാസ്സായിരിക്കണം. പിന്നെ സെൻറ്റ് ജോൺസ് ആംബുലൻസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ റെഡ് ക്രോസ് സൊസൈറ്റി ഓഫ് ഇന്ത്യയിൽ നിന്നും ഒരു ഫസ്റ്റ് എയ്ഡ് സർട്ടിഫിക്കറ്റ് കോഴ്സ് പൂർത്തിയാക്കിയിരിക്കണം. കൂടാതെ ഒരു 50 ബെഡഡ് ഹോസ്പിറ്റൽ, അത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർഗനൈസേഷൻ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ ഒക്കെ ഒരു 50 ബെഡഡ് ഹോസ്പിറ്റലിൽ നിന്നുള്ള വർക്ക് എക്സ്പീരിയൻസ് 1 ഇയർ വർക്ക് എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. അടുത്തത് നമുക്ക് ഇതിനകത്തുള്ള ഏജ് റിലാക്സേഷൻ നോക്കാം. SC/ST കാൻഡിഡേറ്റിന് 5 വർഷത്തെ ഏജ് റിലാക്സേഷനും OBCക്ക് 3 വർഷത്തെ, എക്സ് സർവീസ്മാനും 3 വർഷത്തെയും ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. അടുത്ത അപ്ലൈ ചെയ്യാനുള്ള ഫീസ് നോക്കാം. 100 രൂപയാണ് സാധാരണ URന്, EWCന്, OBC കാൻഡിഡേറ്റിന് കൊടുക്കാൻ വേണ്ടിയുള്ളത്. എന്നാൽ SC/ST, എക്സ് സർവീസ്മാൻ, ഫീമെയിൽ കാൻഡിഡേറ്റിന് ഫീ പേയ്മെൻ്റ് ഒന്നുമില്ല. ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് SSBയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിലെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ 4 സ്റ്റേജ് പ്രോസസ്സാണ്. അതായത് ഫസ്റ്റ് പ്രോസസ്സ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റാണ്. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റാണ് ആദ്യം ചെയ്യുന്നത്. അതിൽ മെയിൽ കാൻഡിഡേറ്റിന് 4.8 കിലോമീറ്റർ റൈസ് ഇൻ 24 മിനിറ്റ് ആണ്. ഫീമെയിൽ കാൻഡിഡേറ്റിന് 2.4 കിലോമീറ്റർ റൈസ് ഇൻ 18 മിനിറ്റ് ആണ്. ഇത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റാണ്. അതിൽ മെയിൽ കാൻഡിഡേറ്റിന്, ജനറൽ മെയിൽ കാൻഡിഡേറ്റിന് 170 സെൻറ്റിമീറ്റർ മിനിമം ഹൈറ്റ് വേണം. ഫീമെയിൽ കാൻഡിഡേറ്റിന് 157 സെൻറ്റിമീറ്റർ മിനിമം ഹൈറ്റ് വേണം. ബാക്കിയുള്ള കാര്യങ്ങൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾ പരിശോധിക്കുക. ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിന് ശേഷം ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവും. 100 മാർക്കിൻ്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. മൾട്ടിപ്പിൾ ചോയ്സ് ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ഇതിൽ UR, EWS, OBC, എക്സ് സർവീസ്മാന് 50% മാർക്ക് ഉണ്ടെങ്കിൽ എക്സാം ക്വാളിഫൈ ആവും. SC/STക്കാർക്ക് 45% മാർക്ക് ഉണ്ടെങ്കിൽ എക്സാം ക്വാളിഫൈ ആവും. എക്സാം ക്വാളിഫിക്കേഷന് ശേഷം ഡോക്യുമെൻറ്റേഷൻ ഉണ്ട്, സ്കിൽ ടെസ്റ്റ് ഉണ്ട്. സ്കിൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ക്വാളിഫിക്കേഷൻ മാർക്കാണ്. 50 മാർക്കാണ് എക്സാം നടത്തുന്നത്. അതിൽ 60% മാർക്ക് വാങ്ങിച്ചാൽ മതി. ഈ കിട്ടുന്ന മാർക്ക് മറ്റേ ടെസ്റ്റുമായി കമ്പയർ ചെയ്യാൻ ചെയ്യത്തില്ല. ഇതിനുശേഷം ഒരു മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവും. മെഡിക്കൽ എക്സാമിനേഷന് ശേഷം എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേര് വെച്ചുള്ള ലിസ്റ്റ് അവർ പബ്ലിഷ് ചെയ്യും. ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ക്വാളിഫിക്കേഷൻ യോജിച്ചുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും എത്രയും പെട്ടെന്ന് SSBയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഞാൻ കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ നൽകുന്നതായിരിക്കും. താങ്ക് യു.